ഇപ്പോൾ മൺഡേ എനിക്കൊപ്പം ശ്രീ ഹാരിസ് ബീരാനുണ്ട്, ഒപ്പം ജെയിൻ ജേക്കബ് ഉണ്ട്, പി ആർ സുനിലുണ്ട്. നമ്മളിപ്പോൾ ദില്ലിയിലെ കേരള ഹൗസിന് തൊട്ട് മുന്നിലാണ്, തൊട്ടപ്പുറത്താണ് ജന്തർ മന്ദിർ. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ബോബി നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലം ജന്തർ മന്ദിര അല്ലേ? തീർച്ചയായിട്ടും ഇവിടെയാണ് പ്രശസ്തമായ പല സമരങ്ങളും നടന്നത്. കേജ്രിവാൾ മുഖ്യമന്ത്രി ആവുന്നതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. സുനിലിനറിയാം, സുനിൽ ഇതെല്ലാം ഒരുപാട് റിപ്പോർട്ട്. അന്നാരാസാരുടെ സ്റ്റേജ് അവിടെയായിരുന്നു. മാത്രമല്ല പിന്നീട് കേരളം കേന്ദ്രത്തിനെതിരെയുള്ള സമരം നടത്തിയതും ഇവിടെ തന്നെയാണ് അല്ലേ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വരുന്ന ഏത് പാർലമെന്റ് മാർച്ച്, ഒരുപാട് സംഘടനകൾ പാർലമെന്റ് മാർച്ച് ആയിട്ട് വരുമല്ലോ. കേരള ഹൗസിൽ നിന്നും തുടങ്ങും, എന്നിട്ട് അവിടെ വരെയും പോകും. കാരണം അവിടെ നിന്ന് പിന്നെ പാർലമെന്റ് സ്ട്രീറ്റിലേക്കുള്ള വഴികളിലൊക്കെ ബാരിക്കേഡ് വെച്ചേക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംഘടനകളുടെ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നത് കേരള ഹൗസിൽ നിന്നാണെങ്കിലും അവിടെ വരെ അവർക്ക് അനുമതിയുള്ളൂ. ഈ ജന്തർ മന്ദർ മാതൃകയിൽ നമ്മുടെ കേരളത്തിലും നിയമസഭയുടെ മുന്നിൽ സമരം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞൊരു കാലത്ത് വാദം ശക്തമായിരുന്നു. പക്ഷേ പിന്നീട് അത് പൊളിഞ്ഞുപോയി. കാര്യം എല്ലാ പാർട്ടികളും ഒരുമിച്ച് അതിനെ എതിർത്തു. അത് നടക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ വന്നു. പക്ഷേ ഈ ജന്തർ മന്ദറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അത് സ്വാഭാവികമായും ദില്ലിയിലെ മറ്റൊരു സ്ഥലവും അങ്ങനെ തടസ്സപ്പെടാറുമില്ല. വലിയ സമരങ്ങൾ നടക്കുമ്പോഴും ബാക്കി സ്ട്രീറ്റുകളെല്ലാം വർക്ക് ചെയ്യും. അതെ, പണ്ട് ബോട്ട് ക്ലബ്ബിലൊക്കെ വലിയ റാലികളൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സമരമുഖം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ സമരം ചെയ്തോണം, ഇവിടെ സമരം അവസാനിപ്പിച്ചു. പക്ഷേ ദില്ലിയിലെ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. ഇതാണ് കേരള ഹൗസിന് മുന്നിൽ ജന്തർ മന്ദിറിനുള്ളിലെ കാഴ്ച. ഒരുപാട് വേസ്റ്റും അല്ലേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട് കുറച്ചുകൂടി വൃത്തിയായി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഡൽഹിയിൽ ഇതൊരു പുതിയ കാഴ്ചയല്ല. ഒരുപാട് എല്ലായിടത്തും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. സ്ട്രീറ്റ് ഡോഗ്സിന്റെ ശല്യം ഉണ്ടോ ഇവിടെ? സ്ട്രീറ്റ് ഡോഗ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും അതായത് സ്ട്രീറ്റ് ഡോഗ്സ് എത്രയാണെന്നുള്ളത്. നമുക്ക് കാണിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പാർലമെന്റിന്റെ തൊട്ട് മുമ്പിലെ കാഴ്ച കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന കാഴ്ച കേരള ഹൗസിന് മുന്നിലുള്ള കാഴ്ചകളാണ്. ധാരാളം സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. ഈ ന്യൂഡൽഹി എത്ര ശ്രമിച്ചാലും സർക്കാർ തന്നെ ഒരു വലിയ പദ്ധതി കൊണ്ടുവന്നു. എനിക്കൊന്നും നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു ആ പദ്ധതി. പക്ഷെ കുറേയൊക്കെ ഫലം കണ്ടു, പക്ഷേ അങ്ങോട്ട് പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തായിരിക്കും? പക്ഷേ മൈഗ്രേറ്റഡ് സിറ്റി ആയതുകൊണ്ടായിരിക്കും അല്ലേ ഒരു പക്ഷേ? അല്ലെ, ഒരു കാര്യം അവിടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ന്യൂട്ടൻസ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും VIP ഏരിയയാണ്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റും രാഷ്ട്രപതി ഭവനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഈ തരത്തിലുള്ള ഒരു വൃത്തിഹീനമായിട്ട് വെക്കാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്, പറ്റാത്ത കാര്യങ്ങളാണ്. നേരെ മുമ്പിൽ ഒരു ഓട നമ്മൾ കണ്ടില്ല, പൊട്ടിയിരിക്കുന്നു. ഓടയിലൊരു കൊച്ചങ്ങ് താഴെ പോകും. അതെ. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ചില അലംഭാവങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാവാം ഇതിന്റെ കാരണം എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് ഒരു VIP ഏരിയയിൽ ല്യൂട്ടൻ നഗരത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ചിലയിടങ്ങളിലെങ്കിലും ആ കാഴ്ചകൾ നമ്മൾ കാണുന്നു. അപ്പോൾ